സമയം വൈകിട്ടുണ്ട്, ഇനിയും കുറെ പേര് സംസാരിക്കാറുണ്ട്. പെട്ടെന്ന് ഇവിടെ ടിജിരിവേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ 70-കൾ 80-കളിലൊക്കെ നാടകക്കാർക്കുള്ള നന്മ അതിനെ ഒരു മൊത്തം പ്രതീകമായിട്ട് തന്നെയാണ് സലീമാലിക്ക നിലനിർത്തുന്നത്. ഒരിക്കലും നിരാശയുടെ വാക്കുകൾ അദ്ദേഹം പറയാറില്ല. പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ പറയും. നാടകം വേണം, നല്ല നാടകം വേണം, എല്ലാവർക്കും വേദികൾ വേണം, നാടകങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ വേദികൾ വേണം. അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് അറിയുന്നത്. ഒരു 80 മുതലാണ് ശരിക്കും അദ്ദേഹത്തെ അറിയുന്നത്. അത് ഞങ്ങൾ ഈ അമേച്ചർ നാടകമായിട്ട് ബന്ധപ്പെട്ട് പോലും എന്റെ ആ കാലത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞ കൃത്യമായിട്ട് സുലൈമാനിക്കയാണ്, ടീമ സൗണ്ട് തന്നെയാണ്. ഞാനൊക്കെ തൃശ്ശൂർ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന സമയത്ത് സിമ്പിൾ തിയേറ്റേഴ്സ് എന്നൊക്കെ ഓർക്കും. സിംബോളിക് എന്നുള്ള എന്റെ സംഗതിയാണ്. സിമ്പിൾ അല്ല, സിമ്പിൾ തിയേറ്റേഴ്സ്. അപ്പൊ അത് സാഹിത്യകാരന് ബുക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഗ്രാമത്തിലൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടുള്ളത് കളികൾ ചെന്നായ്ക്ക് പട്ടിണി വരണം, ടോണപ്രാത്തിന്റെ നാടകം, ഈ ബാലന്റെ കോമഡി, അങ്ങനെ എന്റെ നാടകങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ട് നമ്മള് 2 ദിവസമൊക്കെ ആയിട്ട് അക്കാദമിയിൽ അങ്ങ് എടുക്കുകയാണ്. സ്പിരിറ്റാണ്. അപ്പൊ ആ സമയത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചില്ല. ഒന്നാമത്തെ കാര്യം, ഈ മറ്റ് പലയിടത്തും ചെല്ലുന്ന പോലെ വളരെ സാമ്പത്തികം എന്നുള്ള വാശി കാണിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ എന്തെങ്കിലും തന്നാൽ തീരാന്ന് പറയും. എന്നാലും നമുക്കൊരു മര്യാദയുണ്ട്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ അങ്ങനെയുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ ചെട്ടിക്കാടിയിലെ കട, നേരത്തെ ആരോ പറഞ്ഞ പോലെ സ്വാമിയുടെ കട, അവിടെ നെക്സ്റ്റ് ഈ സർബത്തിൽ കിട്ടും. ഞാൻ സിലിവറിനെ കാണാൻ ചെല്ലുമ്പോൾ ചായ കുടിക്കുന്നതാണ് സ്വാമിയുടെ കടയിൽ സർബത്ത് കഴിക്കുന്നത്. അത് ആ ഒരു മാസ്റ്റർ പീസ് സർബത്താണ്. ഒരു തവണ കഴിച്ചവർ പിന്നെ ഇക്ക എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്താണ്. ഇതേപോലെ കോണ്ടാക്ട് നമ്പർ ഈ സ്വാമിയുടെ കട തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ബന്ധപ്പെട്ട് വരുമ്പോ ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഇപ്പോ കാഞ്ഞാണിയിലുള്ള BKP വർഗീസ് അല്ലെ, അതില് പോയ ആളാണ്. ഞങ്ങള് കേന്ദ്ര ശാസ്ത്ര ക്ലബിലൊക്കെ BKP എന്ന് പറഞ്ഞാൽ ആ ട്രൂപ്പില് ഉള്ളതിന് മുമ്പ് തന്നെ കേന്ദ്ര ശാസ്ത്ര ക്ലബിന്റെ നാടകങ്ങൾ ഗംഭീര കൊമേഡിയനാണ്, അസാധ്യമായ കോമഡി നടനാണ്. ഞാനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കേന്ദ്ര ശാസ്ത്ര ക്ലബിന്റെ നാടകങ്ങൾ വരുമ്പോൾ ഞാൻ ഡയറക്ട് ചെയ്ത ചെറു നാടകങ്ങളാണെങ്കിലും അവിടുത്തെ ആർട്സ് ക്ലബിന്റെ വാർഷികം വരുമ്പോഴൊക്കെ ഉണ്ട്. തൃശ്ശൂർ ശാന്ത ഞാൻ ഒരുമിച്ച് അഭിനയിച്ചതാണ്. ജോസ് ചെറുമൽ സംവിധാനം ചെയ്തത് ഓർമ്മയുണ്ടോ? ജോസ് ചെറുമൽ. അതുപോലെ LCH വരുന്നത് ഈ സർവക്ഷേത്രം പോലുള്ള നാടകങ്ങൾ ഇക്ക എല്ലായിടത്തും ഉണ്ട്. ജോസഫ് ചേറ്റുപുഴയുടെ ഡിഗ്രി പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാളിരിക്കുന്നു അമ്പക്കാട് ഈ അന്നൊക്കെ നമ്മള് ഞങ്ങൾ ഈ അമേച്ചറുകാരാണെങ്കിലും ഈ ഇഷ്ടം തോന്നുന്നു. സർഗക്ഷേത്രത്തിലെ ആദ്യ കൊച്ചാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്ലേ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർമ്മ കൊച്ചാട്ടിക്ക് പോണ്ടേ, അത് എവിടെയെങ്കിലും പോയി കാണും. വലത്തുരുത്ത് ഭാഗത്തുള്ള ഒക്കെ ഉണ്ടാവുകയാണ്. പിന്നെ ഞങ്ങൾ തമ്മില് ഈ ഇത്തരം കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഈ സമാനമായ ചില കാര്യങ്ങളുണ്ട്. ചില അന്ന് 96 വരെ നമുക്ക് ചാരായം കിട്ടില്ല, ഓരോ ഒന്നടിക്കല്ലേ. അതിന്റെ പിന്നെ അങ്ങ് നാടകത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനത്തെ വലിയ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സംഭവം. അതിന്റെ ഒരു പ്രത്യേകത, ഒരു ഘട്ടം കഴിയുമ്പോൾ സോബി സൂര്യഗ്രാമം പോലെയുള്ളത് നമ്മൾ മരിച്ചുപോയ മറ്റൊരു ഗംഭീര ഡയറക്ടറാണ്. അപ്പോ 94-95 മിനിറ്റായി 80 മുതൽ ഇങ്ങനെ വന്ന് നമ്മുടെ മിക്സർ നാടകങ്ങളായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പൊ അത് KG നോന്നിന്റെ നിർവൃത്തി അതൊക്കെ ഞാൻ ജീവലായിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് തരുന്നത്. സോബിയുടെ വർക്ക് വന്നപ്പോ കാക്കാലൻ എന്നൊരു നാടകം, അത് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിന്റെ ആ മൊത്ത ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഈ വിസിബിൾ ലൈറ്റ് ഒക്കെ വന്നത്. അന്നൊന്നും ആ ലൈറ്റ് ഇല്ല. അന്നത്തെ സ്പോട്ട് ലൈറ്റും ഹലോജൻ ലൈറ്റും അല്ലെ, അന്ന് അങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പോ സോബിയുടെ നമ്മൾ ഇക്കമ്പളയിലുണ്ട്, നമുക്ക് പ്രശ്നമില്ല. നമ്മൾ 30 ലൈറ്റ് ഒക്കെ വേണം. കാരണം ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് പോലെ നീളത്തിൽ സാൻഡ്വിച്ചിലാണ്. ഇർഷാദ് ആദ്യമായിട്ട് അഭിനയിച്ച നാടകമാണത് അല്ലെ, കാക്കാലം, പശുവജസിന്റെ രചന. അപ്പൊ അതിന് ഇത്ര വലിയൊരു ഒരു തെങ്ങിന്റെ ഉയർന്ന ഒരു ടവർ, അതിന് കാക്കാല ഇറങ്ങി വരുന്നു. ഇതൊക്കെ ലൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആള് ഞാനാ.
അപ്പോ അവിടെ നിന്ന് ഇവിടുന്ന് ലൈറ്റ് വരും, കണ്ണിൽ കളിക്കരുത്, രണ്ട് സൈഡിൽ ഇരിക്കുകയും നടുക്കിൽ കളിക്കുകയും ചെയ്യുന്നതാണ് ഈ സാൻഡ്വിച്ചിന്റെ ഫോം. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് കൊടുത്ത് ഇവിടുത്തെ ആളുകൾ കണ്ണിലടിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് കൊടുത്ത് ഇവിടെ കണ്ണിലടിക്കും. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഈ നമ്മുടെ കടയിലുള്ള എല്ലാ ലൈറ്റും പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണ്. എന്താ വേണമെങ്കിൽ ചെയ്തു, ഇത്ര ലൈറ്റ് അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ സോപ്പിടെ കാണല്ലേ, പുള്ളി കാണാനൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇർഷാദ് ആക്ട് ചെയ്യുന്നു. പൈസ എന്നൊക്കെ നമുക്കുള്ള സാധാരണ ആള് കൊടുക്കുന്നതിന്റെ ഒരു 4-1 മറ്റോ വാങ്ങിയിട്ടുള്ളൂ ഓട്ടോറിക്ഷയുടെ ഇതും. അതിനുശേഷം മരുഭൂമികൾ നമ്മൾ സോബിയുടെ അടുത്തവർക്ക് വരുമ്പോൾ കേരളം തന്നെയാണ് ഇതിനെപ്പറ്റി. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. ശരിക്കും ഇതിന് ശേഷം ലാസ്റ്റ് ഞാൻ 2008 മുതൽ ഭരത് പി ആന്റണി അവാർഡ് എന്നുള്ള രീതിയിൽ ബിന്നി മീറ്റിംഗ് ഒക്കെ ഞങ്ങൾ ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ വേറെ ഒരു സൗണ്ട് സിസ്റ്റം ചേർപ്പിന്നോ അല്ലെങ്കിൽ അവിടെ ഒന്നും വിളിക്കില്ല, ഞാൻ കേരളത്തിൽ ഒരു ചടങ്ങ് പോലെ ചെയ്തു തരുന്നത്. മിക്കടയിൽ ഏൽക്കുക, മിക്ക പറഞ്ഞപ്പോ വീമയൊന്നും ഇല്ലടാ പ്രശ്നമായി, കേരളീ സൗണ്ടാണ് മിക്ക വേറൊന്നും ആലോചിക്കുന്നത്, മിക്കറിനെ ഏറ്റെടുക്കാൻ. പിന്നെ ആള് 3 ദിവസവും ഫെസ്റ്റിവലിന്റെ അന്ന് വരും. ഞങ്ങൾക്ക് ചില വീതുവെപ്പുകളൊക്കെ ഉണ്ട് പിജാറിനെ കുറിച്ചും ഒരുപാട് മഹാന്മാരായ നടന്മാർക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് തിരിക്കുക. അത് അവസാനം 2023 15ാമത്തെ വർഷം കൊടുക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ വണ്ടി കാറൊക്കെ 18 ശേഷമാണ് എനിക്ക് ഉണ്ടായത്. മോട്ടോർ വിളിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ ആളെ കൊണ്ടുവിട്ടുന്നു. അപ്പൊ ഒരു പിരീഡ് നോക്കുമ്പോ ഈ നേരത്തെ പറഞ്ഞവരെ പോലെ തന്നെ ഒരു അമേച്ചർ നാടകം ജോസ് ചെറുമ്പലിന്റെ നാടകം ചെയ്യുന്ന ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ അത് അത്തരം പ്ലേകൾ കാണാനും പുള്ളി വരും. കമേഴ്ഷ്യൽ ആയിട്ടുള്ള നാടകങ്ങളോ അല്ലെങ്കിൽ മറ്റ് വാർഷിക നാടകങ്ങളോ ഒപ്പം തന്നെ അമേച്ചർ നാടകങ്ങൾ കാണാൻ വരും. അതിന്റെ നല്ലതും മോശവും തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്ക് വീണ്ടും നമ്മോട് പറയാനുള്ളത്, നമ്മൾ അടുത്ത വർഷം വരുമ്പോൾ ഇതിന്റെ സുവനീർ സ്മരണിക പോലെ പ്ലാൻ ചെയ്യണം. ഈ നേരത്തെ അമ്പിളി ചേട്ടനൊക്കെ പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. ആ അനുഭവത്തിൽ നിന്ന് പെയിന്റർ എന്നുള്ള എനർജി, അതുപോലെ മയക്ക കൊണ്ടുകൊടുത്ത് പാടിപ്പിക്കുന്നു, ഇങ്ങനെ ചെറിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ മനുഷ്യരുള്ളിലുണ്ട്. ഓരോരുത്തരും ഓരോ അനുഭവം എഴുതുകാറുള്ളതാണ്, ചെറുതും വലുതുമായിട്ട്. ഇച്ചിരി ചേട്ടന് ധാരാളം എഴുതാനുണ്ട്. ശാന്ത അങ്ങനെ ആക്സിഡന്റിൽ അപ്പൊ എനിക്ക് തോന്നുന്നു രവി അമ്പല്ലൂര് ഞാനായിട്ട് ബന്ധപ്പെടുന്ന 89-90-ലാണ്. സ്പാർട്ടാക്കസ് സ്റ്റേറ്റിലേക്ക് പോകണം. ആ സമയത്താണ് ഞാൻ പോയിട്ട് പെട്ടെന്ന് കുറെ സാധനങ്ങൾ സീനുകൾ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു സായം തിയേറ്റേഴ്സ്. പിന്നെ നോക്കുമ്പോ അദ്ദേഹം പോയി രവി അമ്പല്ലൂരിന്റെ പേരിൽ സ്മരണിക വരും. ഞാൻ ആലോചിച്ച് എത്രയോ ഈ കേട്ട് കണക്കിൽപ്പെടുന്ന ആർട്ടിസ്റ്റുകളുടെ BKPയുടെ കാര്യം ഞെട്ടിപ്പോകുന്നു. ഞങ്ങളിപ്പോ കാഞ്ഞാണി സെന്ററിലൊക്കെ നേരെ നോക്കുമ്പോൾ സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് പിരിയുന്നതൊക്കെ ചരിത്രമുള്ളതാണ്. അപ്പോ ആ ഷോക്ക് ഒക്കെ ഉണ്ട് ലാസ്റ്റ് ടൈമിലൊക്കെ. എപ്പോഴും മറ്റൊന്ന് ഓർമ്മിപ്പിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഈ കാവലെ ദീപാരാധന എനിക്കുണ്ടായത് ചുരക്കാട്ടർഭാഗത്താണ് സംഭവം. അപ്പൊ അത് ഭയങ്കരമായ ആളെ തളർത്തിയിട്ടുണ്ട്. പിന്നീട് ആളത് നെടുവീർപ്പിലാണ് അവസാനിക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അത് എഴുതി. അപ്പൊ ഈ ഒരു സ്മരണിക കളക്ട് ചെയ്ത് അടുത്ത വർഷമെങ്കിലും ഇറക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകൾ വരും. നേരത്തെ പറഞ്ഞൊരു അവാർഡ് കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ പറയാൻ ഓരോ ചെറിയ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അത് പറയുന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും എഴുതേണ്ടി വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്തായാലും നാടക ഓർമ്മ പൂക്കൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മെമ്മറി നമുക്ക് തരുന്ന എനർജി. സത്യസന്ധനായിരിക്കുക, ഒറ്റ വാക്കിൽ പറഞ്ഞ മനുഷ്യത്വമുള്ളവനായിരിക്കുക, സത്യസന്ധനായിരിക്കുക. അതില് ഇതിൽ നിർത്താം. ആ 2 വരിയാണ്. അങ്ങനെ വളരെ അപൂർവം മനുഷ്യരുള്ളൂ. തൊട്ടതിന് പിടിച്ചതിന് മുഴുവൻ കമേഴ്ഷ്യലായിട്ട് ഉപയോഗിച്ചു വിടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിസ്വാർത്ഥമായി വരുന്ന കലയുടെ ഏറ്റവും വലിയ അടിസ്ഥാന സംഭവമാണ്. പിജാരണി ചേട്ടനെ കുറിച്ചൊക്കെ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല. ജയ ലോഡ്ജിൽ പിജാരണി ചേട്ടൻ താമസിക്കുന്നത് ഞാനെടുത്ത ജീവചരിത്രത്തിൽ ചില കോട്ടിങ്സ് ചെയ്തിട്ടുണ്ട്. പിജാരണി ചേട്ടൻ 60-62 നിന്ന് ജയ ലോഡ്ജിൽ താമസിക്കുന്ന അത് ഡബിൾ എക്സ്ചേഞ്ച് ഭക്ഷണം കഴിക്കാൻ വരുന്നു, അവിടെ കടം വരുന്നു സംഭവം. അത് PR ഇതെന്ന് പറഞ്ഞ ഒരു ജയ ലോഡ്ജിന്റെ തന്നെ മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹം മിക്ക പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കള്ള് ഷാപ്പിൽ പിജാരണി ചേട്ടൻ വന്ന്
ഇരിക്കുന്ന സംഗതികൾ. ഇക്കൊക്കെ അറിയാത്ത പിജാനി ചേട്ടൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യരായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതെല്ലാം ഓർത്തുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ.